ഗുഡ് മോർണിംഗ്. ഞാൻ ബൈജു ഭാസ്കരൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ജി എസ് ടിയിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ പറ്റിയാണ്. ആദ്യമായി നമുക്ക് ജി എസ് ടിയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണെന്ന് നോക്കാം. ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാക്സിനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജി എസ് ടി സെക്ഷൻ 16(2) ഏതൊക്കെ കാര്യങ്ങൾ വ്യക്തമായ ഒരു മാനദണ്ഡം ഇതിൽ പറയുന്നുണ്ട്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി ജി എസ് ടി വളരെ വ്യക്തമായി സെക്ഷൻ 16(2) പറയുന്നുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. ആദ്യമായി പറയുന്നത്, നമ്മൾ ഏതിൻ്റെയാണോ ഇൻപുട്ട് ടാക്സ് എടുക്കുന്നത് അതിൻ്റെ ഒറിജിനൽ ബിൽ നമ്മളുടെ അടുത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതായത് നമ്മൾ ഒരു സാധനത്തിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഏതിൻ്റെയാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഒറിജിനൽ ബിൽ നമ്മളുടെ അടുത്ത് ഉണ്ടായിരിക്കണം എന്ന് ജി എസ് ടി പറയുന്നു. ഡ്യൂപ്ലിക്കേറ്റോ ട്രിപ്ലിക്കേറ്റോ പാടില്ല എന്നർത്ഥം. രണ്ടാമതായിട്ട് പറയുന്നത്, നമ്മൾ ഇൻപുട്ട് ടാക്സ് എടുക്കുന്നത് ഫിസിക്കലി, നമ്മൾ ഏത് സാധനത്തിൻ്റെയാണോ ഇൻപുട്ട് ടാക്സ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത് അത് ഒറിജിനലി, അത് ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്യണം, റിസീവ് ചെയ്തിരിക്കണം എന്ന് പറയുന്നു. നമ്മൾ ഇൻപുട്ട് ടാക്സ് എടുക്കുന്ന സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നർത്ഥം. അപ്പോൾ ആ ഒറിജിനലി നമ്മൾ എന്ത് ചെയ്യണം, ആ സാധനം നമ്മൾ റിസീവ് ചെയ്തിരിക്കണം എന്ന് പറയുന്നു. മൂന്നാമത്തെ കണ്ടീഷൻ, നമ്മുടെ സപ്ലയർ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം എന്ന് പറയുന്നു. അത് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ടാക്സ് ഗവൺമെൻറ്റിന് കിട്ടിയിരിക്കണം എന്നർത്ഥം. നമ്മുടെ സപ്ലയർ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം എന്ന് പറയുന്നു. നാലാമത്തെ കണ്ടീഷൻ, നമ്മൾ സപ്ലയർക്ക് പേയ്മെൻറ്റ് നൽകിയിരിക്കണം. അഞ്ചാമത്തെ കണ്ടീഷൻസ് പറയുന്നത്, നമ്മളുടെ ടു ബിയിൽ ആ ഇൻപുട്ട് ടാക്സ്, ആ ഇൻവോയ്സ് എന്തുണ്ടായിരിക്കണം, റിഫ്ലക്റ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ 5 കണ്ടീഷൻസാണ് പ്രധാനമായിട്ടും പറയുന്നത് 16(2). അത് നിർബന്ധമായി നമ്മൾ പാലിച്ചിരിക്കണം എന്ന് ജി എസ് ടി നിഷ്കർഷിക്കുന്നുണ്ട്. ആദ്യമായി പറയുന്നത്, നമ്മളുടെ കയ്യിൽ ഇതിൻ്റെ ഒറിജിനൽ ബിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. രണ്ടാമതായിട്ട്, അത് ഫിസിക്കലി നമ്മൾ ആ സാധനം റിസീവ് ചെയ്തിരിക്കണം. മൂന്നാമതായിട്ട് പറയുന്നത്, നമ്മളുടെ സപ്ലയർ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. നാലാമതായിട്ട് പറയുന്നത്, നമ്മൾ സപ്ലയർക്ക് പേയ്മെൻറ്റ് നൽകിയിരിക്കണം എന്ന് പറയുന്നു. അഞ്ചാമത്തെ കണ്ടീഷൻസ് പറയുന്നത്, നമ്മളുടെ 2Bയിൽ ഈ ഇൻവോയ്സ് റിഫ്ലക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇനിയും ജി എസ് ടിയിൽ ഇൻപുട്ട് ടാക്സിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പ്രധാനമായിട്ടും ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാക്സ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്താണെന്ന് നമ്മൾ നോക്കണം. ഇനി കോമ്പോസിഷൻ ഡീലർ റെഗുലർ ഡീലറിലേക്ക് മാറുമ്പോൾ ഇൻപുട്ട് ടാക്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലെയിം ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഡിസ്കഷൻ പിന്നീട് നടത്താം. താങ്ക് യു വെരി മച്ച്.